ശോകനാശിനി പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ചിറ്റൂർ പുഴയുടെ വേറൊരു പേരാണ് ശോകനാശിനി പുഴ. ഭാരതപ്പുഴയുടെ കൈവഴിയായ ശോകനാശിനി പുഴ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനും തത്തമംഗലത്തിനും ഇടയിലൂടെ ഒഴുകുന്നു. ശോകനാശിനി പുഴ കണ്ണാടിയിലെത്തുമ്പോൾ കണ്ണാടിപ്പുഴയായും യാക്കരയിലെത്തുമ്പോൾ യാക്കരപ്പുഴയായും അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നെല്ലിയാമ്പതി മലനിരകളും മഴക്കാലമാകുമ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും. പാലക്കാട് ജില്ലയിൽ പാലക്കാട് എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നഗരത്തിനടുത്തായിട്ട് കൊടുമ്പ് പഞ്ചായത്തിലെ ഒരു ഗ്രാമം തിരുവാലത്തൂർ. ശോകനാശിനി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം. തിരുവാലത്തൂരിലുള്ളതാണത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടാവും കേട്ടോ. നമുക്ക് നിത്യജീവിതത്തിൽ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുള്ള യോഗ, മോട്ടിവേഷണൽ വീഡിയോ, അതുപോലെ തന്നെ ഡിവോഷണൽ സ്റ്റോറീസ്, പിന്നെ കുക്കിംഗ് വീഡിയോ, രാമായണം, അയ്യപ്പ സ്റ്റോറീസ്, ദശാവതാര കഥകൾ, അങ്ങനെ കുറേ ഡിവോഷണൽ സ്റ്റോറീസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അരലൈസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.